ഗസയിലെ ഹമാസ് ഇന്റലിജൻസ് മേധാവി അംജദ് മുഹമ്മദ് ഹസൻ ഷേർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അവകാശവാദം ഉന്നയിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വടക്കൻ ഗസയിൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് അംജദ് മുഹമ്മദ് ഹസൻ ഷേർ കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ട്. ഹമാസിന്റെ പൊതുസുരക്ഷാ സംവിധാനത്തിലെ കൗണ്ടർ ഇന്റലിജൻസ് ഡയറക്ടർ തലവനായിരുന്നു അംജദ് മുഹമ്മദ് എന്നും ഇസ്രായേൽ സൈന്യം പറയുന്നുണ്ട്. ചാരപ്രവർത്തനം തടയുന്നതിനും മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതിനും ഡയറക്ടറേറ്റ് ഉത്തരവാദിയാണെന്ന് സിൻഹുവ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. 24 മണിക്കൂറിനുള്ളിൽ ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ ഗസയിലുടനീളം ഡസൻ കണക്കിന് ബോംബാക്രമണങ്ങളാണ് നടത്തിയത്. ഇതിലൊന്നിലാകാം അദ്ദേഹം കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അതേസമയം നിലച്ചുപോയ വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കുകയാണ് ഈജിപ്തും ഖത്തറും ചേർന്ന്. ആക്രമണം അവസാനിപ്പിക്കാനും ഗസയിലെ മാനുഷിക ദുരിതങ്ങൾ അവസാനിപ്പിക്കാനും സാധാരണക്കാരുടെ സംരക്ഷണവും തടവുകാരുടെയും കൈമാറ്റം ഉറപ്പിക്കാനും ഒരു കരാറിലെത്താൻ ഈജിപ്തും ഖത്തറും അവരുടെ മധ്യസ്ഥത തുടരുകയാണെന്ന് ഈജിപ്ഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ജൂലൈ 6 ആരംഭിച്ച പുതിയ ചർച്ചയിൽ ചില പുരോഗതി കൈവരിച്ചതായി ഇരു രാജ്യങ്ങളും പറഞ്ഞു. സങ്കീർണമായ ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ സംഭാഷണം പുനരാരംഭിക്കുന്നതിന് മുമ്പ് കൂടിയാലോചനകൾക്കുള്ള ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നത് സാധാരണ സംഭവം മാത്രമാണ്. പുതിയ വെടിനിർത്തൽ നിർദ്ദേശത്തോട് ഹമാസിന്റെ പ്രതികരണം ലഭിച്ചതിന് പിന്നാലെ വ്യാഴാഴ്ച ദോഹയിൽ നിന്നുള്ള ചർച്ചാ സംഘത്തെ ഇസ്രായേൽ കൂടിയാലോചനകൾക്കായി തിരിച്ചു വിളിച്ചിട്ടുണ്ട്. ചർച്ചകൾ തുടരാൻ ഇസ്രായേൽ പ്രതിനിധി സംഘം അടുത്തയാഴ്ച ദോഹയിൽ മടങ്ങിയെത്തുമെന്നാണ് മധ്യസ്ഥർ അറിയിച്ചത്. ഇക്കാര്യം ഒരു മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥനാണ് വ്യക്തമാക്കിയത്. ഇതിനിടയിലും ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. 2023 ഒക്ടോബർ മുതൽ ഗസയിൽ തുടരുന്ന ഇസ്രായേൽ ആക്രമണത്തിൽ 59,210 പലസ്തീനികൾ കൊല്ലപ്പെടുകയും 1,43,040 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ആക്രമണത്തിൽ നേരിടേണ്ടി വരുന്ന മരണത്തെക്കാളും ഗസയെ വേദനിപ്പിക്കുന്നത് പട്ടിണി മൂലമുള്ള മരണങ്ങളാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ പ്രാദേശിക ആശുപത്രികളിൽ 9 പുതിയ പോഷകാഹാരക്കുറവ് മൂലമുള്ള മരണങ്ങൾ രേഖപ്പെടുത്തിയതായി ഗസ ആരോഗ്യ മന്ത്രാലയം വെള്ളിയാഴ്ച പ്രസ്താവനയിൽ അറിയിച്ചു. പട്ടിണി മൂലം മരിച്ചവരുടെ ആകെ എണ്ണം ഇതോടെ 122 ഉയർന്നു കഴിഞ്ഞു. ഇതിൽ കുറഞ്ഞത് 83 പേരെങ്കിലും കുട്ടികളാണ്. ഭക്ഷണ പ്രതിസന്ധി കൂടുതൽ വഷളാകുമ്പോൾ കുട്ടികൾ പ്രത്യേകിച്ച് ദുർബലരാകുമെന്ന് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന ഈ പ്രതിസന്ധി ഇല്ലാതാക്കാൻ ഈജിപ്തും ഖത്തറും വീണ്ടും ആരംഭിക്കുന്ന ചർച്ചകളല്ലാതെ മറ്റു പോംവഴികളില്ല. ഉപരോധം പൂർണ്ണമായി അവസാനിപ്പിച്ച് അതിർത്തികളിൽ കിടക്കുന്ന സഹായങ്ങൾ ഗസയിലെ എല്ലാം നഷ്ടമായ ജനങ്ങൾക്ക് എത്തിച്ചേ മതിയാകൂ.